ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കപ്പ് അരിപ്പൊടി കൊണ്ടുള്ള വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് 250 ml കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പത്തിരി നൂലപ്പൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് വരെ ഗോതമ്പ് പൊടി യൂസ് ആക്കാവുന്നതാണ് കേട്ടോ. മൈദയാണ് കുറച്ചുകൂടി ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 പിഞ്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ മൈദയും അരിപ്പൊടിയും ഉപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരാൻ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിതൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ലൈക്കും കമൻറ്റും എല്ലാം ഉണ്ടെങ്കിൽ തന്നെയുള്ളൂ വീഡിയോ കയറി പോകുള്ളൂ. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും വീഡിയോ കാണുമ്പോൾ തന്നെ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്നോളൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മളിവിടെ കലക്കിയിട്ടുള്ള നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ. ഈ ഒരു പരുവത്തിൽ മതി. ഇതിലൊരല്പം കൂടി തിക്കായാലും ഒരു കുഴപ്പമില്ല. ഇനി ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കുക. ഫ്ലേവറിനായിട്ട് ഒരു 4 ഏലക്ക എടുക്കുന്നുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്താലും മതി. ഇനി ഇതെല്ലാം പാടെ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ മാവൊക്കെ ഒന്ന് മിക്സ് ആക്കി എടുത്ത ബൗളില്ലേ അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. മുഴുവനായും ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാൻ ഇതിലേക്ക് ഒരു 3 ഉണ്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. 3 ഉണ്ട ശർക്കര ഇതുപോലെ ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മെൽറ്റ് ആക്കി എടുക്കാം കേട്ടോ. ശർക്കരയൊക്കെ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേറെ ചെറിയൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ഒരു ചെറിയൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ശർക്കര ചെറുതായിട്ടൊന്ന് ചൂടാറണം. അത്ര ചൂട് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് ശർക്കര മെൽറ്റാക്കിയിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ ഒരു 1.5 ടീസ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത്. ആ നെയ്യൊന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് ഒരല്പം തേങ്ങ ചെറുതായിട്ടൊന്ന് കട്ടാക്കിയതാണ്. അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് ചുവന്ന് കറുത്ത് വരരുത് കേട്ടോ. അങ്ങനെ ആകേണ്ട ആവശ്യമില്ല. ഇത് തേങ്ങയൊക്കെ ഒന്ന് പൊട്ടി നല്ലൊരു മണമൊക്കെ വരില്ലേ, ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ഇത് അവിടെ എടുത്ത് വെക്കാം. ഇനിയിപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയൊരു തരിതരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് റവ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. റവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. റവ ചേർക്കുമ്പോൾ നമ്മളിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഇത് കുറച്ച് നമ്മൾ ഇതെടുക്കുന്നതിൽ ഒരല്പം കൂടി തിക്കായിട്ടൊക്കെ വരും കേട്ടോ. ഒരുപാട് തിക്കാവുകയാണെങ്കിൽ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാൻ മുഴുവൻ ശർക്കരപ്പാനിയും ചേർത്തിട്ടില്ല. നമ്മൾ എടുത്തതിൻ്റെ ഒരു പകുതി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, കുറച്ച് ശർക്കരപ്പാനിയുടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. ആ എടുത്തിട്ടുള്ള റവ ഒന്ന് ഇതിൽ ചേർന്നൊന്ന് ടൈറ്റായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ്. ഒന്ന് സോഫ്റ്റ് ആയിട്ടും വരും. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസി കുറച്ച് ലൂസാണ്. അപ്പോൾ റവ ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആവും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ജസ്റ്റ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നേരത്തെ വറുത്തെടുത്തിട്ടുള്ള നമ്മുടെ നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള തേങ്ങയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് ചെറിയ ജീരകമൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എന്താ പറയുക, നട്ട്സൊക്കെ വേണമെങ്കിൽ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളൊരു നെയ്യപ്പമാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ചൂട് ചായക്കൊപ്പൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഈ സമയത്ത് ഞാൻ ഒരു ചട്ടിയിൽ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലും തയ്യാറാക്കി എടുക്കാം. ഇനി ഇത് ടൈറ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ ഒരല്പം ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് ഓയിൽ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഒന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചില സമയത്ത് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് റെഡി ആവില്ല, പിന്നെ ഉണ്ടാക്കുന്നത് നന്നായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ആദ്യം ഉണ്ടാക്കുന്നത് റെഡി ആയില്ല കരുതിയിട്ട് ടെൻഷനൊന്നും ആകണ്ട. രണ്ടാം പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ രണ്ടാമത് നമ്മൾ കോരി ഒഴിക്കുമ്പോൾ ശരിയായിട്ട് കിട്ടും കേട്ടോ. ഷേപ്പൊക്കെ റെഡി ആയിക്കോളും. ഇപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി അടുത്തതും ഇതേപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി റവ ചേർത്തത് കൊണ്ട് ഇനി ഒന്ന് ടൈറ്റ് ആകുകയാണെങ്കിൽ ഒരല്പം ശർക്കര പാനി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ശർക്കര പാനി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ വെള്ളം ചേർത്താലും മതിയാകും. ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ടൈറ്റ് ഒന്ന് കമ്മിയാക്കി എടുക്കാം കേട്ടോ. ഒരു ദോശമാവിനേലും എൻ്റെ ഏകദേശം ആ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് വേണ്ടത്. അപ്പം രണ്ടാമത്തതും റെഡി ആയിട്ടുണ്ട്. മൂന്നാമത്തതും ഇതുപോലെ ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. നമ്മളിത് ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ട് നമ്മളിത് മുക്കി പൊരിക്കുന്നില്ല. സാധാരണ നമ്മൾ നെയ്യപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് നല്ലോണം ഓയിൽ ഒഴിച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് ഓയിൽ എടുത്തിട്ടുള്ളൂ. ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയിട്ട് പിന്നെ ആ എണ്ണ ഉപയോഗിക്കാൻ പറ്റാതെ ഒഴിവാക്കുകയല്ലേ ചെയ്യാം. അപ്പം അത്ര എണ്ണ ഒഴിവാക്കുന്നത് ഒരു വിഷമമായിട്ടാണ് കുറച്ച് ഓയിലിൽ ഞാനിത് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി നെയ്യപ്പം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി വരുന്നുണ്ട് അല്ലേ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, അടിപൊളിയായിട്ടുള്ള നെയ്യപ്പമാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും. അപ്പോൾ ഒരു പ്രാവശ്യം റെഡിയാക്കി നോക്കിക്കോ കേട്ടോ. നല്ല സൂപ്പറായിട്ട് കിട്ടും. ഒരു പേടിയും പേടിക്കേണ്ട. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.